ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തറദ്ദ മിൻ ജബലിൻ, ഒരാൾ പർവ്വതത്തിന്ന് താഴോട്ട് ചാടിയാൽ, എന്നിട്ട് സ്വന്തത്തിനെ കൊന്നാൽ, നരകത്തിലാണ് ആത്മഹത്യ ചെയ്താൽ, യതറദ്ദ ഫീഹ, നരകത്തിൽ അവൻ താഴോട്ട് ചാടിക്കൊണ്ടിരിക്കും. അവൻകാരുടെ ബിൽഡിംഗ് വെച്ചെടുക്കും, എന്നിട്ട് അങ്ങനെ ചാടിപ്പിക്കും. ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമായ നിലയ്ക്ക് ഫീഹ, നരകത്തിൽ അബദൻ, കാലാകാലം. ഇവിടെ ഒരു സംശയമുണ്ട്, അവൻ മുഅ്മിനായിട്ട് മരിച്ചതാണെങ്കിലും ശാശ്വതാവോന്ന്. പൊതുവെ മുഅ്മിനാകുമ്പോ അവസാനെങ്കിലും ഈമാന്റെ പേരിൽ എന്ത്, അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ്. നിങ്ങൾക്ക് മദ്രസൊന്നും പറ്റില്ലേ? അണുമണി തൂക്കം ഈമാനുള്ള ആള് ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്താക്കുന്നുണ്ട്? ഇവിടെ ശാശ്വതമായിട്ട് തന്നെ കുറെ കാലം എന്നുള്ള അർത്ഥക്കാരപ്പോ മൂമിനാണ് എങ്കിൽ എന്താണ് അർത്ഥം? കുറെ കാലം. ആത്മഹത്യ ചെയ്താണ് നരകത്തിലാണെന്ന് പറഞ്ഞ് ശാശ്വതമായിട്ട്, എന്റെ അർത്ഥം കുറെ കാലമാകുമ്പോ ശാശ്വതമായ ആയതുപോലെയല്ലേ തോന്നുള്ളൂ. അവസാനം അതിൽ കണ്ടിന്യൂ പോലെ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ട് കുറെ കാലം തന്നെ അല്ലേ? അല്ല, അപ്പൊ ഇമാനുണ്ടെങ്കിൽ ഈ കുറെ കാലത്തിന് ഖാലിദ മുഖല്ലദന് എന്തർത്ഥം വെക്കണം? ഫുള്ള് കാലം നോക്കണ്ട, ശാശ്വതം തന്നെ കുറെ ശാശ്വതം എന്നർത്ഥം വെച്ചാൽ മതി. പിന്നെ അമൻ ദഹസ, ഒരാള് രുചിച്ചാൽ, വിഷം നിന്നാൽ, മറ്റേ അവന്റെ നഫ്സിനവൻ കൊന്നാൽ, ഫസുമ്മുഹു, അവന്റെ വിഷം ഫിയദി, അവന്റെ കയ്യിലെത്തും. ഖിയാമത്ത് യതഹസ്സാഹു, അതിനവൻ കുടിച്ചുകൊണ്ടിരിക്കും. ജഹന്നമാകുന്ന നരകത്തില്, ഖാലിദൻ മുഖല്ലദൻ ഫീഹ, അതിൽ ശാശ്വതമായ നിലയ്ക്ക്. വമൻ ഖതല നഫ്സ, ഒരാൾ സ്വന്തം നഫ്സിനെ കൊന്നാൽ, ബിഹദീദത്തിൻ, എന്തുകൊണ്ട്? ഒരു ഇരുമ്പ് ഉപയോഗിച്ച് കൊന്നാൽ, ഫഹദീദത്തുഹു, അവന്റെ ആ ഇരുമ്പ് ഫിയദി, അവന്റെ കയ്യിൽ കൊടുക്കും. യതവജ്ജഹു ബിഹാ, അതുകൊണ്ട് അവൻ വേദനയാക്കിക്കൊണ്ടിരിക്കും. അവന്റെ വയറ്റില് ഒരാൾ ഇരുമ്പ് വയറ്റ് കുത്തി കൊന്നു കുട്ടി അവനെ തന്നെ, അപ്പൊ അവനെ കൊണ്ട് അങ്ങനെ പിന്നെ കുത്തിക്കും. ജഹന്നമാകുന്ന നരകത്തിലെ ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദാ, ശാശ്വതമായ നിലയ്ക്ക്. ആത്മഹത്യയെ പറ്റി എന്തെങ്കിലും പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, അല്ലദീ യഖ്തനിഖു നഫ്സഹു, നഫ്സിനെ സ്വയം കൊല്ലുന്നവൻ, സ്വന്തം ശരീരത്തെ കൊല്ലുന്നവൻ, യഖ്നുഖുഹാ ഫിന്നാർ, നരകത്തിൽ അവൻ അതിനെ കൊന്നുകൊണ്ടിരിക്കും. ജീവൻ കൊടുക്കും പിന്നെയും കൊല്ലും, ജീവൻ കൊടുക്കും പിന്നെയും കൊല്ലും എന്ന മാതിരി അങ്ങനെ കളിപ്പിച്ചു. വല്ലദീ യത്അനുഹാ, മനസ്സിലായ? ഒരാള് അവന്റെ നഫ്സിനെ കുത്തിക്കൊന്നാൽ, യത്അനുഹാ ഫിന്നാർ, നരകത്തിൽ അവൻ കുത്തിക്കൊന്നിരിക്കും. മരിച്ചില്ല നേരത്തെ, എന്നാലും മരണവേദന ഇങ്ങനെ അനുഭവിക്കും. അവിടെ അങ്ങനെ ജീവൻ ഇങ്ങനെയുള്ള മാതിരി ആവും ചെയ്യും. പിന്നെ സുഖം, പിന്നെ കൊല്ലാൻ വരും. ഞാൻ അന്ന് കൊന്ന പോലെ പിന്നെ കൊല്ലിപ്പിച്ചു. റവാഹുൽ ബുഖാരി. വഅൻ ജുൻദുബ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന ഫീമൻ കാന ഖബലക്കും, ഒരു കഥ പറഞ്ഞെടുക്കാണ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഒരു റജുലൻ, ഒരു മനുഷ്യൻ, അയാളിലുണ്ട് ജുറുഹൻ, ഒരു മുറിവ്, ഭയങ്കര വേദനയുള്ള ഒരു മുറിവ് വന്ന അയാൾക്ക്. ഫജസി, അയാള് ആകെ ബേജാറായി, അയാള് ആകെ ദുഃഖിതനായി. ഫഅഖദ സിക്കീൻ, അയാൾ ഒരു കത്തിയെടുത്തു. ഫഖറ ബിഹാ യദഹു, അതുകൊണ്ട് അയാളെ കൈയണ്ട് വെട്ടി, രക്തം വാർന്നിട്ട് അയാള് മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ചെല്ലോലുണ്ടല്ല ബ്ലേഡ് എടുത്ത് കണ്ട് പറ്റണ്. അയാളെ കൈയിനെ അതിട്ട് ഹസ്സ ബിഹായതോ, കൈ മുറിച്ചു അയാള്. ഫലമ്മാ റഖഅദ്ദമു, അങ്ങനെ രക്തം പുള്ള് വാർന്നപ്പോൾ, റഖഅദ്ദമു ഹത്താ മാത, അയാള് മരിച്ചു. ഫമാ റഖഅദ്ദമു അല്ലേ, രക്തം നിന്നിട്ടില്ല, നിൽക്കാതെ വന്നു. ഹത്താ മാതാൽ, മരിച്ചു. അങ്ങനെ അപ്പോൾ ഇയാളെ പറ്റി അള്ളാഹ്
പ്രഖ്യാപിച്ചു. ബാദറനി അബ്ദി, എന്റെ ആ അടിമ എന്നിലേക്ക് ഉളരി ബിനഫ്സിഹി, വേഗത കാണിച്ചു. അവന്റെ നഫ്സ് കൊണ്ട് വേഗത കാണിച്ചു. അവൻ സ്വയം, അവൻക്കൊരു മുറിവ് വന്നപ്പോ തന്നെ അതിനു വേണ്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ അവൻ എന്നിലേക്ക് അവന്റെ നഫ്സ് കൊണ്ട് വേഗത കാണിച്ചു. ഫറംതു അലൈഹിൽ ജന്ന,